ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാം ദിവസം ഓസ്ട്രേലിയയ്ക്കും താളം കണ്ടെത്താനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത്. 181-10 എന്ന നിലയിൽ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സ് അവസാനിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. അവരുടെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ തിളങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. സ്മിത്ത് കളിച്ചത് 33, അതുപോലെ തന്നെ വെബ്സ്റ്റർ കളിച്ചത് 57 റൺസാണ്. മറ്റാർക്കും തന്നെ അവരുടെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല. ഇന്ത്യയുടെ ബോളിംഗ് നിര സ്ഥിരതയോടുകൂടി പന്തെറിയുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ബുംറയ്ക്ക് 2 വിക്കറ്റ്, സിറാജ് 3 വിക്കറ്റ്, പ്രസ്തീവ് കൃഷ്ണ 3 വിക്കറ്റ്, നിതീഷ് റെഡ്ഡി 2 വിക്കറ്റ്. പ്രസ്തീവ് കൃഷ്ണ ഇപ്പോൾ ഇറങ്ങിയതാണ്. അദ്ദേഹത്തിന് നന്നായി തന്നെ ബോൾ ചെയ്യാൻ സാധിച്ചു, 3 വിക്കറ്റ് സ്വന്തമാക്കാനും സാധിച്ചു. ലാസ്റ്റ് ടെസ്റ്റിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരം ലഭിക്കുന്നത്. അദ്ദേഹം ആ ഒരു അവസരം മുതലാക്കുകയും ചെയ്തു. സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യക്ക് വീണ്ടും തകർച്ച തന്നെയാണ്. 6 വിക്കറ്റ് നഷ്ടം പോയി. 141-6 എന്ന നിലയിലാണ് ഇപ്പോൾ കളി അവസാനിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാൾ 22 റൺസ്, രാഹുൽ 13, ഗില്ല് പഴയതുപോലെ തന്നെ 13 റൺസ് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. കോഹ്ലിക്ക് 6, പഴയ കഥ തന്നെ വീണ്ടും തുടരുന്നു. ആ കളിച്ചത് പന്ത് മാത്രമാണ്. പന്ത് 61 റൺസ് സ്വന്തമാക്കി. ജഡേജയും അതുപോലെ തന്നെ ഇപ്പോൾ ക്രീസിലുള്ളത് വാഷിങ്ടൺ സുന്ദറുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇപ്പോൾ 141-6 എന്ന നിലയിൽ ഇന്നത്തെ ദിവസം കളി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോളേഴ്സിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് നമ്മൾ ഈ ഒരു അവസാനത്തെ സീരീസിൽ മൊത്തം കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു സ്കോറിൽ എല്ലാവരും വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് ഈ ഒരു അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിനകത്ത് കാണാൻ സാധിക്കും. 185 ഇന്ത്യ എടുത്തത്. അതിന് ബദലായിട്ട് 181 മാത്രമാണ് ഓസ്ട്രേലിയക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ